പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഏതാണ്ട് കഴിയാറായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബോഡി എംബാം ചെയ്ത് ബോഡി അവരുടെ നാട്ടിലേക്ക് അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. അത് എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് അവർ കുടുംബക്കാരുമായിട്ട് വീട്ടുകാരുമായിട്ട് ആലോചിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്യും. ഇവിടെ നിന്നും ഇറ്റാനഗറിലേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുന്ന് കണക്ടിവിറ്റി പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്നും പിന്നെ ഇറ്റാനഗർ, പിന്നെ അവിടെ നിന്ന് ശേഷവും അവരുടെ വീട്ടിലേക്ക് കുറേ അധികം ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് ഏകദേശം ഒരു 2-3 ദിവസം വരെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ കൊണ്ടുപോകും, പിന്നെ അവിടെ കുറച്ച് സൗകര്യങ്ങളുടെയൊക്കെ അപര്യാപ്തതയുണ്ട്. അപ്പോൾ അത് അവരും ആലോചിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ ബോഡി കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണം ചെയ്യും. ഇപ്പോൾ വിമാനമാർഗം കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബൈ റോഡാണെങ്കിൽ അങ്ങനെ, അത് ആലോചിച്ച് അവരെ അറിയിക്കും. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണം നമ്മൾ ചെയ്യുന്നതാണ്. ഈ കുടുംബത്തിന് എന്തെങ്കിലും പരാതികളുണ്ടോ? അല്ല, അതിപ്പം പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. അവർക്ക് പോലീസുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സംവിധാനം നമ്മൾ പോലീസിനോട് ഈ കുടുംബത്തെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണം അതിൻ്റെ കൃത്യമായ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകും. താങ്കൾ കണ്ടപ്പോൾ രക്ഷിതാക്കൾ എന്താണ് താങ്കളോട് പറഞ്ഞത്? എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? അല്ല, അവർക്ക് അധികം പബ്ലിക്കിൽ വരാനായിട്ട് അധികം താല്പര്യമില്ല. അവരൊരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്, കോളേജിൽ നിന്നുള്ളവരുടെ സഹപാഠികൾക്ക് കാണാനായിട്ടുള്ളൊരു സംവിധാനം കൊടുക്കും. അത് ആരും കവർ ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന അവർ വെച്ചിട്ടുണ്ട്. കുടുംബവും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അതെല്ലാവരും ആ അഭ്യർത്ഥന മാനിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കും വെക്കാനുള്ളത്. ഇല്ല, അങ്ങനെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. അവർ പോലീസുമായിട്ട് സംസാരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ബാക്കി അന്വേഷണം അതിൻ്റെ നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ. അല്ല, ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഞാൻ പലവട്ടം സംസാരിച്ചിരുന്നു. ഈ വിഷയം ഉണ്ടായ സമയം തുടങ്ങി സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് എന്തെങ്കിലും മറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കോളേജ് മാനേജ്മെൻറ്റും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അവരുമായിട്ട് സംസാരിച്ച്, അല്ല പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ആയി എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു സമയമല്ല. നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് കോളേജുമായിട്ട് സംസാരിച്ച് അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കും. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുടെ സമയമല്ലല്ലോ. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും. അത് സംസാരിച്ച് ആവശ്യമായിട്ടുള്ള അതിനകത്തുള്ള പരിഹാരം ഉണ്ടാക്കും. അവിടുത്തെ കുട്ടികൾ നേരത്തെ മിനിസ്റ്റർ വന്ന് കണ്ടിരുന്നല്ലോ. അപ്പോൾ മിനിസ്റ്റർ മാനേജ്മെൻറ്റ് സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച മറുപടി എന്തായിരുന്നു? അല്ല, നമ്മളിങ്ങനെ ഒരു കാര്യം, ഇപ്പോൾ KTUവിൽ ഇയർ ബാഗ് സിസ്റ്റം വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ആ വിഷയം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. അത് നമ്മൾ KTUവുമായിട്ട് സംസാരിച്ചു. KTUവിൻ്റെ സിൻഡിക്കേറ്റ് അത് കൂടിയാലോചിച്ച് അതിനകത്ത് അത് ഒഴിവാക്കുവാനായിട്ടുള്ളൊരു തീരുമാനം, ഇയർ ബാഗ് സിസ്റ്റം ഈ വർഷം അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. ഈ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനും കോളേജ് മാനേജ്മെൻറ്റിനോട് അതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. കാരണം സർവകലാശാല വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് തന്നെ കോളേജും പോകണമെന്നുള്ളതാണ്. പക്ഷേ കോളേജ് ഓട്ടോണമസ് ആണ്. കോളേജിന് അവർക്ക് അക്കാഡമിക് കൗൺസിൽ അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ള ബോഡിയാണ്. മാത്രവുമല്ല, കോളേജ് പറയുന്നത് കോളേജിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റം വ്യത്യസ്തമാണ്. യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് കോളേജിനുള്ളത്. ഓട്ടോണമസ് കോളേജുകൾ പലതും അവരുടേതായിട്ടുള്ള നിലയ്ക്ക് ഇതുപോലുള്ള സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റ് പല കോളേജുകളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് മുന്നോട്ട് പോയത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും അവർ യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് തീരുമാനമെടുത്ത് പോകാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇയർ ബാഗ് സിസ്റ്റം ഇത് 2024 അന്നത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എടുത്തൊരു തീരുമാനമാണ്. നമ്മൾ ഗവൺമെൻറ് വന്ന് എടുത്തൊരു തീരുമാനമല്ല. അന്നത്തെ തീരുമാനമാണ് 2024 ബാച്ച് മുതൽ 5th സെമസ്റ്ററിൽ ഇയർ ബാഗ് ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ 2024 ബാച്ചിൻ്റെ 5th സെമസ്റ്റർ എന്ന് പറയുന്നത് 2026 അപ്പോഴാണ് വിദ്യാർത്ഥികൾ ഇതിൻ്റെ പ്രശ്നം പലർക്കും നേരിടേണ്ടി വന്നത്. അവർ ഒരു ഇയർ ബാക്കിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പോൾ നമ്മളിത് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പലപ്പോഴും വീടുകളിൽ ഇത് അറിയുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ ഇത്ര നിശ്ചിത ക്രെഡിറ്റ് അവർക്ക് പാസ്സാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണ്. അത് കോളേജുകൾ നേരിട്ട് മാതാപിതാക്കളെ അറിയിക്കണോ, അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പലപ്പോഴും വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം, അവർക്കതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള
ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് KTU സിൻഡിക്കേറ്റ് ഇപ്പോൾ പുതിയ നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചു. പുതിയ സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് പിൻവലിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച്, കാരണം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒന്നും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് ഈ സിസ്റ്റം കുറേ കൂടി സുതാര്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷനോട് കൂടി വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ കോളേജുകൾക്കും ഒക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവും. മിനിസ്റ്റർ ഇപ്പം പറഞ്ഞത് തുടർച്ചയായിട്ട് ഈ ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ കോളേജ് മാനേജർ സംസാരിച്ചപ്പം അവരുടെ റിപ്ലൈ എന്തായിരുന്നു? അല്ല, ഇപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു. സർവകലാശാലയുടെ തീരുമാനത്തിന് അനുസൃതമായിട്ട് കോളേജിലും ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് നടപടികൾ എടുത്തോളാം എന്നുള്ളതാണ് കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്.